61ാമത് സ്കൂൾ കലോത്സവം സാഹിത്യമയം കൂടിയാണ്. വിശിഷ്ടാതിഥികളെ സ്വീകരിക്കുന്നത് എഴുത്തുകാരൊപ്പിട്ട പുസ്തകങ്ങൾ നൽകിയാണെങ്കിൽ 24 വേദികളുടെ പേരുകളും പുസ്തകങ്ങളിലൂടെ വായനക്കാരുടെ മനസ്സിൽ പതിഞ്ഞ സ്ഥലനാമങ്ങളാണ് എന്നതാണ് പ്രത്യേകത. എസ് കെ പൊറ്റക്കാടും വൈക്കം മുഹമ്മദ് ബഷീറും MT വാസുദേവൻ നായരുമെല്ലാം എഴുതി തീർത്ത മണ്ണ്. സാഹിത്യത്തിന്റെ പറുദീസയെന്ന് വിശേഷിപ്പിക്കാം കോഴിക്കോടിനെ. ഇവരെല്ലാം എഴുതി തീർത്ത സാഹിത്യകൃതികളിൽ വായനക്കാരന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലനാമങ്ങളാണ് ഇത്തവണ പ്രതിഭകളെ വരവേൽക്കുന്നത്. കലോത്സവ വേദികളിൽ കയറിയിറങ്ങുന്ന വായനക്കാരെല്ലാവരും ഒരു നിമിഷം ഓർക്കും തസ്രാക്കിലെ ഇടവഴികളിൽ കിന്നാരം ചൊല്ലി മറയുന്ന സുന്ദരി മൈമൂനയെ, അതല്ലെങ്കിൽ അതിരാണിപ്പാടത്തിലൂടെ നടന്നു പോകുന്ന എസ് കെ പൊറ്റക്കാടിനെ. വായനക്കാരല്ലാത്തവർ ഒരു നിമിഷമെങ്കിലും ആലോചിക്കും എന്താണ് തസ്രാക്ക്, അതല്ലെങ്കിൽ പാണ്ഡവപുരം എന്താണെന്നും ലണ്ടൻ ബത്തേരി എന്നാൽ എന്താണെന്നും ചിന്തിച്ചു പോകാത്തവർ കുറവായിരിക്കും. അതുതന്നെയാവണം ഇത്തവണ കലോത്സവ വേദികൾ സാഹിത്യ സൃഷ്ടികളിലെ സങ്കല്പ സ്ഥലങ്ങളോ യഥാർത്ഥ സ്ഥലനാമങ്ങളോ ആക്കി മാറ്റാൻ സംഘാടകരെ പ്രേരിപ്പിച്ചതും. വിദ്യാർത്ഥികളിലെ സാഹിത്യ ചിന്ത വളർത്താനും കലയോടൊപ്പം വായനയിലേക്ക് വഴി നടത്താനും ഇതുപകരിക്കുമെന്ന് സാഹിത്യകാരൻ സുഭാഷ് ചന്ദ്രനും സന്തോഷം പങ്കുവയ്ക്കുന്നു. കലോത്സവത്തിൽ പങ്കെടുക്കുന്നവർക്കൊക്കെ ഭരതനാട്യത്തിലോ മോഹിനിയാട്ടത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്റ്റേജ് വിഷയങ്ങളിലൊക്കെ ഉള്ള ധാരണ പോലും പലപ്പോഴും സാഹിത്യത്തെപ്പറ്റി ഉണ്ടാകാറില്ല. സിലബസിൽ വന്നുപെടുന്ന ബഷീറോ തകഴിയോ പൊൻകുന്നം വർക്കിയോ പോലുള്ള നമ്മുടെ പഴയകാല എഴുത്തുകാരുടെ പേരുകളോ പൂന്താനം ചെറുശ്ശേരി എഴുത്തച്ഛൻ തുടങ്ങിയ നമ്മുടെ പരമ്പരാഗത വലിയ എഴുത്തുകാരുടെ പേരുകൾക്കപ്പുറം അവർക്ക് സാഹിത്യത്തെക്കുറിച്ച് പ്രാഥമികമായിട്ട് അറിവ് കിട്ടാറില്ല. അപ്പോൾ അതിനൊരു വലിയ മാറ്റമായിരിക്കും ഇത്. നാടകവേദി ഭൂമിയാകുമ്പോൾ KT മുഹമ്മദും കോൽക്കളിയുടെയും ദഫ്മുട്ടിൻ്റെയും വേദി ബേപ്പൂരാകുമ്പോൾ വൈക്കം മുഹമ്മദ് ബഷീറും ഭരതനാട്യവേദി കൂടല്ലൂരിലെത്തുമ്പോൾ MTയും ആസ്വാദനത്തിൽ മുഴുകാനായി അനുവാചകന്റെ ഓർമ്മകളിൽ മിന്നിമായും എന്നതിൽ സംശയമില്ല. ഉജ്ജയിനിയും തിരുനെല്ലിയും മയ്യഴിയും തക്ഷൻകുന്നും അവിടനല്ലൂരും പാണ്ഡവപുരവും തിക്കോടിയും പാലേരിയുമെല്ലാം കോഴിക്കോട് ഒരുമിച്ച് പാട്ടുപാടിയും നാദസ്വരത്തിൽ മുഴുകിയും കഥകളി കളിച്ചും പദ്യം ചൊല്ലിയും അരങ്ങുണർത്തുന്ന നാളുകളാണിനി വരാൻ പോകുന്നത്. തസ്രാക്കിലും മയ്യഴിയിലും ബേപ്പൂരിലും കൂടല്ലൂരിലുമെല്ലാമാവും ഇനി പ്രതിഭകളുടെ വർണ്ണവസന്തം വിരിയുക. അതിരാണിപ്പാടത്തു നിന്നും ക്യാമറാമാൻ ഇക്ബാൽ വട്ടംകുളത്തിനൊപ്പം PV ജോഷില.